താജ്മഹലിന്റെ പൂട്ടിയിട്ടിരിക്കുന്ന 22 മുറികൾ എവിടെയാണ്? ഈ വാതിലുകൾക്ക് പിന്നിൽ എന്താണ് മറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് അവ അടച്ചിട്ടിരിക്കുന്നത്? ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ അതിൻ്റെ സൗന്ദര്യത്തിനും വാസ്തുവിദ്യയ്ക്കും പേരുകേട്ടതാണ്. എന്നാൽ അതിശയിപ്പിക്കുന്ന വെളുത്ത മാർബിളിനും പ്രശസ്തമായ പ്രണയകഥയ്ക്കും പുറമെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രഹസ്യങ്ങളും അതിലുണ്ട്. ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്ന് അതിൻ്റെ ബേസ്മെൻറ്റിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന 22 പൂട്ടിക്കിട്ട മുറികളെ കുറിച്ചാണ്. ഈ മുറികൾ പൊതുജനങ്ങൾക്ക് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അവർക്ക് അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല. താജ്മഹലിന്റെ പ്രധാന ഘടനയ്ക്ക് താഴെയാണ് ഈ മുറികൾ സ്ഥിതി ചെയ്യുന്നത്. 4 വലുതും 18 ചെറുതുമായ മുറികളുണ്ട്. എല്ലാം പതിറ്റാണ്ടുകളായി അടച്ചിട്ടിരിക്കുന്നു. പ്രശസ്തമായ ചമേലി ഫ്ലോറിന് താഴെയാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. അവയിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവ പൂട്ടിയിട്ടിരിക്കുകയാണ്. കൂടാതെ ഉള്ളിൽ എന്താണ് കിടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ ലഭ്യമില്ല. അതുകൊണ്ട് തന്നെ കൗതുകം കൂടുതൽ വർദ്ധിക്കുന്നു. ഈ വാതിലുകൾ പൂട്ടിയിട്ടിരിക്കുന്നതിന്റെ കൃത്യമായ കാരണം ആർക്കും അറിയില്ല. പക്ഷെ സ്മാരകത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണിതെന്ന് അധികാരികൾ പറയുന്നു. ഈ മുറികളിൽ രാജകീയ നിധികളോ പ്രധാനപ്പെട്ട ചരിത്ര രഹസ്യങ്ങളോ ഉണ്ടായിരിക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. മുൻകാലങ്ങളിൽ ഈ വാതിലുകൾ റെഡ് സ്റ്റോൺ ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു. അവ ഇപ്പോൾ ഇഷ്ടികകൾ കൊണ്ട് അടച്ചിരിക്കുന്നു. ഇത് നിഗൂഢതയെ കൂടുതൽ ആഴത്തിലാക്കുന്നു. രസകരമെന്ന് പറയട്ടെ, താജ്മഹലിന്റെ 4 മിനാരങ്ങളും ഈ ഭൂഗർഭ പ്രദേശവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഗോപുരങ്ങൾ പ്രധാന താഴികക്കുടത്തെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിലൂടെ നയിക്കുന്ന പാതകളും അടച്ചിരിക്കുന്നു. ഇത് ഘടനാപരമായ കേടുപാടുകൾ തടയാൻ സാധ്യതയുണ്ട്. വർഷങ്ങളായി ഇത് നിരവധി ചോദ്യങ്ങളും സിദ്ധാന്തങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും യഥാർത്ഥ ശവകുടീരങ്ങൾ ഈ പൂട്ടിയ മുറികൾക്കുള്ളിലായിരിക്കാമെന്നും കഥകളുണ്ട്. സന്ദർശകർ കാണുന്ന ശവകുടീരങ്ങൾ പ്രതീകാത്മകമാണെന്നും യഥാർത്ഥ ശവകുടീരങ്ങൾ ബേസ്മെന്റിൽ ഒളിപ്പിച്ചിരിക്കാമെന്നും ചിലർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഈ മുറികൾ ഒരിക്കലും പൊതുജനങ്ങൾക്കോ ഗവേഷകർക്കോ വേണ്ടി തുറന്നിട്ടില്ലാത്തതിനാൽ ഇതിന് ശക്തമായ തെളിവുകളൊന്നുമില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ നിധി തിരയുമ്പോൾ ഈ മുറികൾ അടച്ചിട്ടിരിക്കാമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നീട് സംരക്ഷണത്തിന്റെ പേരിൽ അവ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വാതിലുകൾ സ്ഥിരമായി അടച്ചിട്ടു. കാലക്രമേണ അതുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾ വളർന്നു. പൊതുജനങ്ങൾക്ക് ഈ വാതിലുകൾക്കരികിൽ കർശനമായി അനുവാദം നിഷേധിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ഗാർഡുകളും ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മുറികൾ തുറക്കുന്നത് താജ്മഹലിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തിയേക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ടാണ് അവ അടച്ചിടാൻ അവർ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ടും അവയുടെ പിന്നിലെ യഥാർത്ഥത്തിൽ എന്താണെന്ന് ആളുകൾ ഇപ്പോഴും ആശ്ചര്യപ്പെടുകയാണ്. പലരും വിശ്വസിക്കുന്നത് മുറികളിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളോ പുരാതന രാജകീയ രേഖകളോ ഉണ്ടായിരിക്കാം എന്നതാണ്. മറ്റു ചിലർ കരുതുന്നത് മുംതാസ് മഹലിന്റെ യഥാർത്ഥ വിശ്രമ സ്ഥലവും രാജകീയ വസ്തുക്കളും അവിടെ ഒളിപ്പിച്ചിരിക്കാമെന്നാണ്. എന്നാൽ അവ തുറക്കാതെ ഈ ആശയങ്ങൾ വെറും ഊഹാഭോഗങ്ങളായി തന്നെ തുടരുന്നു. ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും അവയൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ മുറികൾ പരിപാലിക്കേണ്ടത് ASIയുടെ ഉത്തരവാദിത്തമാണ്. ഘടന സെൻസിറ്റീവ് ആണെന്നും അവയെ ശല്യപ്പെടുത്തിയാൽ ദോഷം സംഭവിക്കുമെന്നും അവർ പരാമർശിച്ചിട്ടുണ്ട്. മലിനീകരണവും മാറുന്ന കാലാവസ്ഥയും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. അതിനാൽ അവ പൂട്ടിയിടുന്നത് സ്മാരകത്തെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമായി കാണുന്നു. ഈ മുറികൾ എപ്പോഴെങ്കിലും തുറക്കുമോ എന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. കേടുപാടുകൾ വരുത്താതെ അകം സ്കാൻ ചെയ്യാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വിദഗ്ധർ ആലോചിക്കുന്നു. ഒരു ദിവസം അവ തുറന്നാൽ താജ്മഹലിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. അതുവരെ പൂട്ടിയിട്ടിരിക്കുന്ന 22 മുറികളുടെ നിഗൂഢത തലമുറകളെ ആകർഷിക്കുന്നത് തുടരുക തന്നെ ചെയ്യും.